ഹലോ, പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് സമൂസ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 2 പൊട്ടറ്റോ വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഇതിനായിട്ടുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിൽ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. ആ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പകുതി തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ശേഷം വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്. അത് ഉടച്ച് ചേർക്കുകയോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയോ ചെയ്യാം. അതിലേക്ക് ശകലം മാത്രം ഗ്രീൻ പീസ്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു വെജ് സമൂസയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് മസാല ഇടാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. മസാല റെഡിയായിട്ടുണ്ട്. റെഡിയായി കഴിയുമ്പോഴത്തേക്കും പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ പൊടിച്ചോ ചതച്ചോ ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമൂസ ഉണ്ടാക്കാനായിട്ട് ഇവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് എടുക്കാം. അത് കോൺ ഷേപ്പിലൊന്ന് മടക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് നിറയ്ക്കാം. അത് നല്ല രീതിയിലൊന്ന് പുറത്തോട്ട് മസാല പോവാത്ത രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ശേഷം മൈദ മിക്സാണ് ഞാൻ ഇവിടെ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ എല്ലാം ഒട്ടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് പൊരിക്കാൻ ആവശ്യമായ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വശം മൊരിയുമ്പോഴത്തേക്കും മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള സമൂസയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ നമ്മളെ ക്രിസ്പി സമൂസ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിന് ശകലം വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. പൊട്ടറ്റയും ഗ്രീൻ പീസും മാത്രം മതിയാവും. ബാക്കി മസാല എല്ലാം ഇട്ട് പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് സമൂസ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.